യൂറോപ്പിന് ഒരു പ്രശ്നമുണ്ട്. അവരുടെ ജനസംഖ്യാവർധന താഴോട്ടാണ്. നമ്മളുടെ ജനസംഖ്യ ഒരു സസ്റ്റൈനബിൾ ലിമിറ്റിൽ നിൽക്കണമെങ്കിൽ ഈ കുട്ടികളുണ്ടാകുന്നതിൻ്റെ റേഷ്യോ 2.1 ആയിട്ടെങ്കിലും നിലനിൽക്കണം. അതായത് ഒരു ഫാമിലിയിൽ 2.1 കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടെ ഭാരതത്തിൽ തന്നെ ഇപ്പോൾ ഈ കുടുംബാസൂത്രണം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 2.1, ചില സ്ഥലത്തൊക്കെ 1.9 ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ അത് തീരെ കുറഞ്ഞിട്ട് 0.7 ആകുക, 0.8 ആകുക, ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആളില്ല, ജോലി ചെയ്യാൻ ആൾ വേണ്ടേ. അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ യൂറോപ്പ് തന്നെ ഇല്ലാതെ പോകും, ആൾക്കാർ മരിച്ച് ഇങ്ങനെ പോകും. അങ്ങനെയാണ് അവർ ഈ ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്യാൻ തുടങ്ങിയത്. അത് ഒരു നിയന്ത്രണവുമില്ലാതെ എവിടെ നിന്നാണോ ആരൊക്കെയാണോ വരുന്നത് അവരെയെല്ലാം എടുത്തു. ഇതെടുക്കാതിരുന്ന ഒരു രാജ്യം പോളണ്ടാണ്. അതുകൊണ്ട് പോളണ്ടിൽ യാതൊരു തലവേദനയും ഇപ്പോൾ ഇല്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും പോളണ്ടിൽ പ്രശ്നമില്ല. പോളണ്ട് ഇത് യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് അബദ്ധമാണ്. ഓക്കെ, നിങ്ങൾക്ക് ആളില്ല എന്ന് വിചാരിച്ച് വരുന്നവനെ എല്ലാം കയറ്റാൻ പാടില്ല. പർട്ടിക്കുലർ രാജ്യങ്ങൾ നോക്കിയിട്ട് അവരുടെ കൾച്ചർ നോക്കിയിട്ട് വേണം എടുക്കാൻ. കൾച്ചർലെസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുഴപ്പത്തിലാകും. അതവർ കുഴപ്പത്തിലായി. യൂറോപ്പ് മാത്രമല്ല, അമേരിക്കയും കുഴപ്പത്തിലായി. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. ലീഗൽ ഇമിഗ്രൻസ് വന്നോട്ടെ, എല്ലാവരും പറയുന്നത് ലീഗലായിട്ട് വന്നോളൂ, ഇല്ലീഗലായിട്ട് വരരുത്. ഇല്ലീഗലായിട്ട് വരുന്ന പലരും ക്രിമിനൽസാണ്, അവർക്ക് പാസ്പോർട്ടില്ല, വേറെ എന്തൊക്കെയോ കൃത്രിമമൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ ഈ വേലി ചാടി വരുന്നത്. ഇപ്പോൾ ഒരു പറഞ്ഞു, ഗേറ്റ് വഴി വരിക, ചെക്ക് പോസ്റ്റിൽ നിങ്ങളുടെ പേരൊക്കെ എൻട്രി ചെയ്തിട്ട് ആരാ എന്തിനാ എന്നൊക്കെ അറിഞ്ഞിട്ട് വരിക. അപ്പോൾ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഈ 3 പേരും ഈ അബദ്ധം ചെയ്തവരാണ്. ഈ 3 പേരും അനുഭവിക്കും. വാസ്തവത്തിൽ ഇതിൽ കൂടുതൽ പരിക്ക് പറ്റേണ്ടത് ഫ്രാൻസിനും ഇറ്റലിക്കുമാണ്. പക്ഷേ ജർമ്മനി ഇടയ്ക്ക് വെച്ച് ഫ്രാൻസിനെയും ഇറ്റലിയെയും ഓവർടേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ജർമ്മനിയിൽ ഈ ഷോപ്പിംഗ് പ്ലേസസിൽ വെടിവയ്ക്കുക, പിള്ളേരെ കൊല്ലുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.